നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ ഉമ്മമാരിലേക്ക് നമ്മളൊന്ന് നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് വെക്കുകയാണെങ്കിൽ, നമ്മുടെ ചിന്തയെ നമ്മളൊന്ന് ചലിപ്പിക്കുകയാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഒരു വീട്ടിൽ അവർക്ക് തന്നെ ഓരോ സമയത്തും അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവർ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു കുക്കായിട്ട് അവർക്ക് മാറാൻ കഴിയും, നല്ലൊരു ഉമ്മയായിട്ട് അവർക്ക് മാറാൻ കഴിയും, നല്ലൊരു ഡോക്ടർ ആവാൻ ചിലപ്പോൾ കഴിയും, ചിലപ്പോൾ നല്ല എഞ്ചിനീയർ ആവാൻ കഴിയും, ചിലപ്പോ എന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാപ്പയോട് വാദിക്കുന്ന വക്കീലാകാൻ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഉമ്മമാരായ നിങ്ങൾക്ക്, ഉമ്മമാരായ ആളുകൾക്ക്, സ്ത്രീകൾക്ക് എന്റെ പ്രിയമുള്ളവരെ മാറാൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അവരുടെ ജീവിതത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയ നന്മയാണത്. ഏതൊരു മകനും ചെന്നിട്ട് ആദ്യം പറയാ പെണ്ണിനോടാണ്, ഉമ്മയോടാണ് പറയാ, ഉമ്മ എനിക്ക് ഇന്നാലിന്റെ ആവശ്യമുണ്ട് എന്ന് വാപ്പയോട് പറയുന്നതിന്റെ മുമ്പ് ഉമ്മയോടാണ് പറയുന്നത്. കാരണം ഉമ്മയുടെ സ്വഭാവത്തിന്റെ മഹിമയാണത്, പെണ്ണിന്റെ സ്വഭാവത്തിന്റെ മഹിമയാണത്. എന്റെ പ്രിയമുള്ളവരെ, എന്നാൽ ഓരോ ഉമ്മമാരും ഓരോ സ്ത്രീകളും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അനുസരിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷ നിമിഷം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ്, ഇത് തന്നെയാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഇമ്പം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം, പരസ്പരം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. അല്ലാഹു തആല നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ വീട്ടിലേക്ക് തന്റെ ഭാര്യയുടെ അടുത്തേക്ക് പിന്നീട് കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഈ ചരിത്രം. ഓരോ ഭാര്യമാരും ഓരോ ഭർത്താക്കന്മാരും പരസ്പരം അറിയേണ്ട, മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഭർത്താവിനെ അനുസരിച്ചത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് കൊടുക്കുന്ന പ്രതിഫലമാണിത്. ആ പ്രതിഫലത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഈ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിൽ നിന്ന് കച്ചവട ആവശ്യാർത്ഥം അതാ പടച്ചെറുപ്പെ തന്റെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ട് പോവുകയാണോ. തന്റെ ഭാര്യയോട് പോയപ്പോ പറയുന്നു, പെണ്ണേ, ഞാൻ കച്ചവട ആവശ്യാർത്ഥം പുറത്തേക്ക് പോവുകയാണല്ലോ, എന്നാൽ എന്റെ അനുവാദം കൂടാതെ, എന്റെ സമ്മതം കൂടാതെ ഈ വീട്ടിനകത്ത് നിന്ന് നീ പുറത്തു പോകാൻ പാടില്ല എന്നവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോ പടച്ചറബ്ബേ, ഭാര്യ അത് കേൾക്കുകയാണല്ലോ. ഭാര്യ പറഞ്ഞു, നിങ്ങൾ അനുസരിക്കാതെ ഒരിക്കലും തന്നെ ഞാൻ ജീവിക്കില്ല. ഞാൻ നിങ്ങളെ അനുസരിക്കുന്നവളാണല്ലോ, ഞാൻ നിങ്ങളെ അനുസരിക്കുന്നവളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമല്ലോ. നിങ്ങൾ എനിക്കും എന്റെ മക്കൾക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ, അല്ലാഹുവേ, ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ, ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് പുറത്തു പോവുകയാണല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഞാൻ ചതിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതിന് എതിരെ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അല്ലാഹുവേ, ഇതങ്ങ് പറയുമ്പോ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിനകത്ത് വല്ലാത്ത സമാധാനമാവുകയാണ്. അതാ ഭാര്യ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്, ജോലി ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകുന്ന ഭർത്താവിന് റബ്ബേ അവിടുന്ന് സന്തോഷത്തോടെ യാത്രയാക്കുകയാണോ, സന്തോഷത്തോടെ യാത്രയാക്കുകയാണോ. അങ്ങനെ 1-2 ദിവസങ്ങൾ കിടക്കുകയാണോ. കച്ചവട ആവശ്യാർത്ഥം പുറത്തേക്ക് പോയാൽ പിന്നെ ചിലപ്പോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അല്ലാഹുവേ, സന്തോഷത്തോടെ ജീവിക്കുമ്പോ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒരാള് കടന്നു വരികയാ. എന്നിട്ട് അവിടെ നീ പെണ്ണിനോട് പറയുന്നു, പെണ്ണേ, നിന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, അല്ലാഹുവേ, വല്ലാത്ത രോഗം പിടിപെട്ടിരിക്കുകയാണ്. നിന്നെയൊന്ന് കാണണമെന്ന് പറയുന്നുണ്ടല്ലോ, നിന്നെയൊന്ന് കാണണമെന്ന് പറയുന്നുണ്ടല്ലോ.
പടച്ചുറപ്പേ അവിടുന്ന് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ മനസ്സിനകത്ത് വല്ലാത്ത വേദനയാണ്. ഒരു ഭാഗത്ത് വാപ്പാക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്, മറുഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞ കാര്യവും ഓർമ്മ വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അല്ലാഹുവേ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആളെ വിടുകയാണ്. എന്റെ വാപ്പാക്ക് സുഖമില്ലല്ലോ, എന്നെ കാണണമെന്ന് പറയുന്നുണ്ടോ, എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടോ? പടച്ചുറപ്പേ ഇതങ്ങ് പറയുമ്പോ അല്ലാഹുവേ പടച്ച തമ്പുരാനെ, അല്ലാഹുവേ ഇതങ്ങ് പറയുമ്പോ മുത്തുനബി പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ടവിടെ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോ പടച്ചുറപ്പേ ആ പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ്, എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു കൊള്ളാം. പടച്ചുറപ്പേ ഇതവിടെന്ന് പറയുമ്പോ ആകവേ ഈ ദൂതൻ അവിടെന്ന് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് വിഷയം പറയുകയാണ്. പടച്ചുറപ്പേ വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ 1-2 ദിവസങ്ങൾ കടന്നു. അതാ കടന്നു വരികയാണ്, പിന്നെയും ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാ, മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാ, സക്കറാത്തിന്റെ ഹാലിലാണ്, നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ടല്ലോ. പടച്ചുറപ്പേ ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. പടച്ചുറപ്പേ അപ്പോഴും ഈ സ്ത്രീയുടെ സഹോദരിയുടെ ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദന വരികയാണ്. അല്ലാഹുവേ ഒരു ഭാഗത്ത് എന്റെ വാപ്പയതാ സുഖമില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്, മറുഭാഗത്ത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞ കാര്യവുമുണ്ടല്ലോ. എന്റെ ഭർത്താവ് പറഞ്ഞത് എന്റെ അനുവാദമില്ലാതെ നീ പുറത്തു പോകാൻ പാടില്ല എന്നാണ്. പക്ഷെ ആ ഭർത്താവിന് അറിയില്ലല്ലോ ഈ സംഭവങ്ങളോ ഇത്രത്തോളം. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പ അവിടുന്ന് മരിക്കുന്നു പോലും ആ ചെറുപ്പക്കാരൻ അറിയില്ലല്ലോ. അവിടുത്തെ സ്നേഹം കൊണ്ട്, അവിടുത്തെ മഹബത്ത് കൊണ്ട്, അവിടുത്തെ സുരക്ഷിതത്തിന് വേണ്ടി അവിടുന്ന് പറഞ്ഞു പോയ കാര്യമാണല്ലോ. പടച്ചുറപ്പേ ഭർത്താവ് അനുസരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയാണ്, ഭർത്താവിന് അനുസരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയായിരുന്നല്ലോ. ആകവേ അങ്ങനെ മുത്തുനബിയുടെ അടുത്തേക്ക് ആളെ വിട്ടു. എന്റെ വാപ്പ മരണശയ്യയിൽ കിടക്കുകയാണ്, എന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. പടച്ചുറപ്പേ ഇതങ്ങ് പറയേണ്ട താമസമതാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് പുറത്തു പോകാനുള്ള അനുവാദമില്ലല്ലോ. പടച്ചുറപ്പേ ഇതങ്ങ് പറയുമ്പോ ഈ വന്ന ദൂതനോട് പറയുകയാണ് ഈ വിവരമതാ. പടച്ചുറപ്പേ അങ്ങനെ ആ ചെറുപ്പക്കാരൻ കടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ കടന്നു വന്നിട്ട് പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടിട്ടുണ്ടോ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടിട്ടുണ്ടോ, നീക്കൊന്ന് വരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ആളെ വിടുകയാണ്. റസൂലുള്ള പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ ഒരു ഭാഗത്ത് മരണപ്പെട്ട് കിടക്കുകയാണ്, പക്ഷേ നിന്റെ ഭർത്താവ് നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. റബ്ബേ അങ്ങനെ ഈ പ്രിയപ്പെട്ട വാപ്പാന്റെ മയ്യത്തെടുത്തിട്ട് അല്ലാഹുവേ ഈ പ്രിയപ്പെട്ട സഹോദരനെ വീട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാ. ഈ പ്രിയപ്പെട്ട സഹോദരി കാണുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, ആ ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ടോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഈ പ്രിയപ്പെട്ട വാപ്പയെ കൊണ്ടുവന്നിട്ട് ഈ സഹോദരിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട വാപ്പാൻ അവിടെ നിന്ന് കണ്ടിട്ട് വാപ്പാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ
പള്ളിയിലേക്ക് കൊണ്ടുവന്നു. പടച്ച റബ്ബേ, അവിടുന്ന് ജനാസ നമസ്കാരം കഴിഞ്ഞു. ആ സ്വഹാബി അവിടുന്ന് മറവ് ചെയ്യുന്ന സമയത്തോ അല്ലാഹുവേ, പുന്നാര നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുകയാണല്ലോ. ഒരു ജനാസ കബറടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് റസൂലുള്ള ഇങ്ങനെ പുഞ്ചിരിക്കുകയാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, സ്വഹാബത്ത് അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തു പറ്റി നബിയെ, എന്തിനാ പുഞ്ചിരിക്കുന്നത്, എന്തിനാ പുഞ്ചിരിക്കുന്നത് നബിയെ എന്നവിടുന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, യാ സ്വഹാബാ, ഈ പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട മകൾ അല്ലാഹുവിന്റെ ദീന് വേണ്ടതുപോലെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീന് വേണ്ടതുപോലെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പടച്ച റബ്ബേ, വേണ്ടതുപോലെ പഠിപ്പിച്ചിട്ട് ഭർത്താവിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഭാര്യയാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോ. ആ പ്രിയപ്പെട്ട പൊന്നുമകൾ ചെയ്ത നന്മയുണ്ടല്ലോ, ആ നന്മയുടെ കാരണത്താൽ ഈ വാപ്പാന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുകയാണല്ലോ. അല്ലാഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണല്ലോ. അല്ലാഹു തആല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണല്ലോ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നന്മ ചെയ്താ അത് നമ്മളെ മാത്രമല്ല കാണിക്കുന്നത്, നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ, അവർക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ്. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ ആ തിന്മയുണ്ടല്ലോ, നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ, അവർക്കും കാണിച്ചു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് നന്മ നമ്മൾ ചെയ്ത അള്ളാഹിനെ നമ്മൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ പ്രതിഫലം അത് നമുക്ക് മാത്രമല്ല, നമ്മെ സ്നേഹിച്ച കൈ വളരുന്നോ, കാല് വളരുന്നോ, അല്ലെ നമ്മൾ പറയും, മേലെ വെച്ചാ പേനരിക്കും, താഴെ വെച്ചാ ഉറുമ്പരിക്കും. ഇങ്ങനെ കൊണ്ട് നടന്ന നമ്മള് ഇങ്ങനെ കൊണ്ടുവരുന്ന നമ്മളെ, അല്ലെ, നമ്മളെ ഉമ്മയും ബാപ്പയും അങ്ങനെ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ബാപ്പാക്കും ഉമ്മാക്കും ഖബറിൽ അതിന് പ്രതിഫലം കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. ദുനിയാവിൽ വെച്ചിട്ട് നമ്മൾ തിന്മ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. എടാ, നിന്റെ മകൻ കാണിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. വാപ്പാനോടും ഉമ്മാനോടും സ്നേഹമുള്ള ഒരാളും ദുനിയാവിൽ വെച്ച് തെറ്റ് ചെയ്യൂല. മരണപ്പെട്ടു പോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ആ സ്നേഹമുള്ളൊരു മകനാണെന്നുണ്ടെങ്കിൽ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് പിന്നീട് അവനക്ക് തെറ്റുകൾ ചെയ്യാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ.